മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യുകെയിലെ പ്ലംബിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മളൊരു വീടിൻ്റെ പ്ലംബിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരുന്ന പൈപ്പുകളുടെ എണ്ണം 3 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് നമ്മുടെ വേസ്റ്റ് കാര്യങ്ങൾക്കുള്ള വേസ്റ്റ് പൈപ്പായിട്ട്, കാരണം ബാത്റൂമിൻ്റേതും അതേപോലെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഒരൊറ്റ ഒരു പൈപ്പിലാണ് ഇവിടെ ആ ഒരു സിസ്റ്റത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. അത് നേരെ ഇവിടെ നോക്കി നമുക്ക് കാണാം, ഒരു ബ്ലാക്ക് കളറിലെ ഉള്ള പൈപ്പാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പൈപ്പ് നേരെ വന്നിട്ട് വേസ്റ്റ് ഡ്രെയിനിലേക്ക് പോവാണ്. അതേപോലെ റെയിൻ വാട്ടർ, മഴവെള്ളം നേരെ വന്നിട്ട് നമ്മൾ അതൊരു വെള്ള പൈപ്പിൽ കാണാം, അത് വേറെ ഒരു വഴിക്ക് വന്നിട്ട് അതും ഇവരുടെ മെയിൻ പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടറാണ് വരുന്നത്. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുമ്പോൾ കുടിവെള്ളത്തിനായിട്ടുള്ള അത് ഒരു ലൈനൂടെ നമ്മൾ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. കോമൺ ആയിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഇങ്ങനെ വരുന്ന മെയിൻ പൈപ്പുകളെല്ലാം റോഡിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ ഇതേപോലെ ഈ മെയിൻ പൈപ്പുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു രീതി. ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്ക് വളരെ നൂതനമായ ഒരു ടെക്നോളജിയിലാണ് ഇവർ ചെയ്യുന്നത്. കാരണം വീടിൻ്റെ പരിസരത്ത് അങ്ങനത്തെ ഒരു ടാങ്ക് കെട്ടാനൊന്നും ഇവിടെ അലൗഡ് അല്ല. കാരണം അടുത്തടുത്ത് വീട് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊരു രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ കാര്യങ്ങൾ. റെയിൻ പൈപ്പ് കാണാം, അതേപോലെ വേസ്റ്റ് ഡ്രെയിനേജ് കാണാം, പിന്നെ മുകളിലേക്ക് എയർ സർക്കുലേഷന് വേണ്ടിയുള്ള ഒരു പൈപ്പ് ഏറ്റവും ടോപ്പിൽ കാണാം. അതേപോലെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഒരു ലൈന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹീറ്റർ ടാങ്കാണ്, ചൂടുവെള്ളത്തിനായിട്ടൊരു ലൈൻ നമ്മൾ കൊടുക്കും. കുടിവെള്ളത്തിനായിട്ട് വരുന്ന പൈപ്പ്, പാചക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്ന പൈപ്പ് എപ്പോഴും കോപ്പർ ലൈനാണ് ഉപയോഗിക്കുന്നത്. കോപ്പറിലാണ് ലെഡ് വെച്ച് ഓരോ ജോയിൻറ്റ് ചെയ്താണ് പോകുന്നത്. ഇവിടുത്തെ പ്ലംബിങ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം പ്ലംബിങ് പൈനായിട്ട് നമ്മൾ കോപ്പർ പൈപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ചിലവ് കൂടുതലാണ്. അപ്പം ബാക്കിത്തെ വേസ്റ്റ് കാര്യങ്ങൾക്ക് പോകുന്ന 4 ഇഞ്ച് പൈപ്പുകളും 2 ഇഞ്ച് പൈപ്പുകളെല്ലാം PVC തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അല്ലാതെ വരുന്നതെല്ലാം നമ്മൾ കോപ്പറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കോപ്പർ ലൈനുകളാണ്. കാരണം ചൂടുവെള്ളത്തിനും അതേപോലെ പച്ചവെള്ളം പോകുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ കോപ്പർ പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഏത് രീതിയിലാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഡ്രോയിങ് ഞാൻ കാണിച്ചാൽ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഡ്രോയിങ് കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്ത പോലെ തന്നെ. പിന്നെ വലിച്ചു വാരി ഒരു പോയിൻറ്റുകളും കൂടുതൽ കൊടുക്കില്ല, ആവശ്യത്തിന് മാത്രമായിട്ടാണ് ഇവിടെ പ്ലംബിംഗ് ആയാലും അതേപോലെ ഇലക്ട്രിക്കൽ ആയാലും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു നോക്കാം, അപ്പോൾ സിങ്കിനായിട്ടൊരു ചൂടുവെള്ളത്തിൻ്റെ പോയിൻറ്റും അതേപോലെ പച്ചവെള്ളത്തിനായിട്ടുള്ള ഒരു പോയിൻറ്റും നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ. പിന്നെ ഇവിടുത്തെ ഫിറ്റിങ്സൊക്കെ ഒന്ന് നോക്കുക. ഇവിടെയാണ് ഇവിടെ കപ്ലിംഗ് ഒക്കെ നോക്കുക. കപ്ലിംഗ് ഒക്കെ ഹീറ്റ് തടയുന്ന സൈസുള്ള ഫൈബറിൻ്റെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം ത്രെഡഡ് ആണ് സംഭവം, എല്ലാം ത്രെഡഡ് ആണ്. ഇത് നേരെ പോയിട്ടുള്ളത് വാഷിംഗ് മെഷീൻ്റെ ഔട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താഴെയായിട്ട് നമ്മളൊരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാം PVC തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ നോക്കുക. വെറൈറ്റിയാണ്. അതേപോലെ ജോയിൻ്റ് നമുക്ക് തോന്നിയിടത്ത് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ സ്ക്രൂ ഇട്ടിട്ടാണ് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് ഹോളിടുക. അത് കഴിഞ്ഞിട്ട് ഈ ജോയിൻ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിയിലാണ് ജോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഔട്ടിങ്ങിലെ ഓരോ പാർട്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ നോക്കാം, ഇതിൻ്റെ മെയിൻ വാൽവ് ആണ്. അവിടുന്ന് കയറി നേരെ വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്കെല്ലാം കോപ്പറിലാണ് വന്നിട്ടുള്ളത്. അല്ല, കോപ്പറിൻ്റെ സംഭവങ്ങളാണ് മെയിൻ വാൽവ്. ഇവിടുന്ന് കയറി നേരെ വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം എർത്ത് ചെയ്തിട്ടുണ്ട്. കോപ്പർ ആയതുകൊണ്ട് പ്ലംബിങ്ങും ഇവിടെ എർത്തിങ് നിർബന്ധമാണ്. എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ വന്ന് കണ്ടില്ല, ഇതിലിങ്ങനെ വന്ന് നേരെ ഉള്ളിലേക്ക് കയറി. ഇവിടുത്തെ പ്ലംബിങ് ഭയങ്കര ടഫാണ്. ഈ കോപ്പർ ബെൻഡ് ചെയ്യൽ, അത് ജോയിൻ്റ് ചെയ്യൽ, അത് നേരെ കയറിയിട്ട് നേരെ പച്ചവെള്ളത്തിൻ്റെ ഇതിലേക്കാണ് പോകുന്നത് കേട്ടോ. കോൾഡ് വാട്ടർ ഇത് നേരെ വാഷിംഗ് മെഷീൻ്റെ ഇന്നിലേക്ക് പോകുന്നതാണ്. ഈ ഒരു ലൈന് വാഷിംഗ് മെഷീൻ്റെ ഇന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. ഇത് ചൂടുവെള്ളത്തിൻ്റെ വാൽവിൻ്റെ കളർ റെഡ് കണ്ടില്ലേ, ഇത് ചൂടുവെള്ളത്തിനായിട്ട് ഉള്ളതാണ്. ചൂടുവെള്ളം വരുന്നതാണ് ഹീറ്ററിൽ നിന്ന്. കണ്ടോ, ഇവിടെ നേരെ വന്ന് ചൂടുവെള്ളം ഇവിടെ നേരെ വേണം വാഷിംഗ് മെഷീനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഓപ്ഷൻ ഇട്ടേക്കുന്നത്, ചൂടുവെള്ളം കൊടുക്കണമെങ്കിൽ. പിന്നെ കോൾഡ് വാട്ടറിൻ്റെ നോക്കുക,
ഇത് കോൾഡ് വാട്ടർ, അത് നേരെ വന്നിട്ട് നേരെ സിങ്കിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ബാത്റൂമിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കാണ് വരുന്നത്. അതേപോലത്തെയാണ് ഫിറ്റിങ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതിൻ്റെ സ്ക്രൂ സൈഡിലാണ് വരുന്നത്. അടിയിലൊരു ക്ലാമ്പാണ് വരുന്നത്, സി ക്ലാമ്പ് പോലെ ഒരു ക്ലാമ്പ് വന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ സ്ക്രൂ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഹെൽത്ത് ഫോസറ്റ് ഉണ്ടാവില്ല. ഇവിടെ ഒരിടത്തും അലൗഡ് അല്ല ഹെൽത്ത് ഫോസറ്റ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയുന്ന മിസ് ചെയ്യുന്നൊരു കാര്യം ഹെൽത്ത് ഫോസറ്റാണ്. നമ്മൾ ഉപയോഗിച്ച് പഠിച്ചവർക്ക് അത് ഇല്ലാണ്ട് പറ്റത്തില്ല. പിന്നെ സാധാ വല്ല വാഷ് ബേസിൻ്റെ ടാപ്പ് ഒരിടത്തേക്ക് ചൂടുവെള്ളം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. അതിൻ്റെ ഹാഫ് പെഡസ്റ്റലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നാട്ടിലെ അതേ ടെക്നിക്ക് തന്നെയാണ് ഇതിലുള്ളത്. ആകെ ഒരു വ്യത്യാസം നമ്മുടെ ഹെൽത്ത് ഫോസറ്റ് ആട്ടോ, അത് വല്ലാതെ മിസ് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ എല്ലാത്തിലും ബാത്ത് ടപ്പ് ഉണ്ടാവും. ബാത്ത് ടപ്പിലാണ് ഇവിടെ ചെറിയ ഏരിയ ഉണ്ടാവുള്ളൂ. ബാത്റൂമൊക്കെ വളരെ ചെറുതായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ലാവിഷാക്കി കുളിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇവിടെ. വളരെ സിമ്പിളായിട്ട് ഒരു മിക്സർ വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം അതിനുള്ള, അതേപോലെ തന്നെ ഒരു ഷവറിലും ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെയിമാണ് കേട്ടോ കാര്യങ്ങൾ. ഇപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെയായിട്ട് ടെമ്പറേച്ചറുണ്ട്. ആ ടെമ്പറേച്ചർ നോക്കി നമുക്ക് ചൂട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഈ ഒരു രീതിയൊക്കെയാണ് നമ്മളെ പ്ലംബിങ്. ഇത്രേ ഉള്ളൂ നമ്മളിവിടുത്തെ സിസ്റ്റം. ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.